ഹായ് എവ്രി വൺ. എല്ലാ ദിവസവും നല്ലതായിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ ഒരു ദിവസം ഒരു നന്മയെങ്കിലും ചെയ്യണമെന്ന നിർബന്ധബുദ്ധി നമ്മൾക്കുണ്ടാവണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. 5th സെമസ്റ്ററിലെ ടൂറിസം പ്രോഡക്റ്റ് ആൻഡ് പ്രൊമോഷൻ എന്ന പേപ്പറാണ് ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ബികോം ട്രാവൽ ആൻഡ് ടൂറിസം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ സ്പെഷ്യലൈസേഷൻ പേപ്പറാണെന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ. നമ്മൾക്കറിയാം, ടൂറിസം പ്രോഡക്റ്റ് ആൻഡ് പ്രൊമോഷനിൽ എന്ന പേപ്പറിൽ എന്തെല്ലാമാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്, എന്തെല്ലാമാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഇത് പഠിച്ചതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നിങ്ങളുടെ ഭാവി ജോബുമായി ബന്ധപ്പെട്ട സെർച്ചിങ്ങിൽ എങ്ങനെയെല്ലാമാണ് ഇത് ഉപകാരപ്പെടുന്നത്. ബികോം ട്രാവൽ ആൻഡ് ടൂറിസം എടുത്തതുകൊണ്ട് നമ്മൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്, ആ നേട്ടം നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ എന്തെല്ലാമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നീ കുറച്ച് കാര്യങ്ങളാണ് ടൂറിസം പ്രോഡക്റ്റ് ആൻഡ് പ്രൊമോഷൻ എന്ന പേപ്പറിൽ നമ്മൾ പറയുന്നത്. ഇതിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് to enable the students to acquire knowledge about the tourism product and promotion. കുട്ടികൾക്ക് നിങ്ങൾക്ക് ടൂറിസം പ്രോഡക്റ്റിൻ്റെയും ടൂറിസം പ്രൊമോഷനെ കുറിച്ച് കൂടുതലായി അറിയുന്നതിന് വേണ്ടി ആണ് ഈ ഒരു പേപ്പർ നിങ്ങൾ പഠിക്കുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ ടൂറിസം പ്രോഡക്റ്റ്. എന്താണ് ടൂറിസം പ്രോഡക്റ്റ്? അതിനു മുമ്പ് നമ്മളിപ്പോൾ 5th സെമസ്റ്ററാണ് പഠിക്കുന്നത്. നമ്മൾ ദൈനംദിന ജീവിതത്തിലും അതുപോലെ തന്നെ നമ്മൾ ബികോം തുടങ്ങിയ കാലം തൊട്ട് നമ്മൾ മാർക്കറ്റിംഗ് പേപ്പറിലൊക്കെ പഠിച്ചു ഇരുന്നതാണ് എന്താണ് പ്രോഡക്റ്റ്, വാട്ട് ഈസ് പ്രോഡക്റ്റ്. എല്ലാവർക്കും ഞാൻ വിശദീകരിക്കാതെ തന്നെ എന്താണ് പ്രോഡക്റ്റ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം എന്ന് തന്നെയാണ് എൻ്റെ വിചാരം. Anything that is offered in a market for use of consumption by the consumer as per the market requirement is called a product. നമുക്കറിയാം, പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഉൽപ്പന്നമാണ്. അത് എന്ത് ചെയ്യണം? that satisfy the needs who buy the product. ആരാണോ ആ പ്രോഡക്റ്റ് മേടിക്കുന്നത് അവരുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് അതിനൊരു പ്രോഡക്റ്റ് എന്ന്. അത് കൺസപ്ഷൻ, മാർക്കറ്റിലെ നീഡായിരിക്കണം എന്നുള്ളതാണ്. ഫിലിപ്പ് കോട്ട്ലർ പ്രോഡക്റ്റിന് ഒരു ഫേമസ് ആയിട്ടുള്ള ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: എ പ്രോഡക്റ്റ് ഈസ് എനിത്തിങ് ദാറ്റ് ക്യാൻ ബി ഓഫേർഡ് ടു എ മാർക്കറ്റ് ഫോർ അറ്റൻഷൻ, അക്വിസിഷൻ, യൂസ് ഓർ കൺസപ്ഷൻ ദാറ്റ് മൈറ്റ് സാറ്റിസ്ഫൈ വാണ്ട് ഓർ എ നീഡ്. അത് മാർക്കറ്റിൻ്റെ അറ്റൻഷൻ പിടിച്ചു വാങ്ങാനായിരിക്കാം, അല്ലെങ്കിൽ കൺസപ്ഷന് വേണ്ടിയിട്ടായിരിക്കാം, നമ്മൾ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം. ദാറ്റ് മൈറ്റ് സാറ്റിസ്ഫൈ ദ നീഡ്സ് ഹൂ ബൈ ദ പ്രോഡക്റ്റ്. ആരാണോ അത് മേടിക്കുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ അത് ഉണ്ടാക്കുന്നത്, അവർ ആ പ്രോഡക്റ്റിനെ കൊണ്ട് അവരുടെ വാണ്ട്സ്, നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളതാണ്. നെക്സ്റ്റ്, എന്താണ് ടൂറിസം പ്രോഡക്റ്റ്? നമ്മളുടെ ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടന്നു. എന്താണ് ടൂറിസം പ്രോഡക്റ്റ്? നമ്മളെല്ലാവരും ട്രാവലേഴ്സാണ്. കൂടുതൽ പേരും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ടൂറ് പോകാനായി, ട്രാവലർ എന്നുള്ളതിലുപരിയായിട്ട് നമ്മൾ അതിനെ സർവീസ് ചെയ്യാൻ, മറ്റുള്ള ട്രാവലേഴ്സിന് സർവീസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണ്. എന്താണ് ടൂറിസം പ്രോഡക്റ്റ്? Tourism product can be defined as the sum of physical and psychological satisfaction it provides to tourists during their traveling route to the destination. ടൂറിസം പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫിസിക്കലായിട്ടോ സൈക്കോളജിക്കലായിട്ടോ നമ്മൾക്ക് സാറ്റിസ്ഫാക്ഷൻ നൽകും. ആ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ, നമ്മളുടെ യാത്രയിൽ നമ്മളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ടൂറിസം പ്രോഡക്റ്റ് അത് ചിലപ്പോൾ നമ്മൾക്ക് ക്യാഷ് കൊടുത്ത് വാങ്ങാൻ പറ്റില്ല, ഉടമസ്ഥാവകാശം നമ്മൾക്ക് കിട്ടില്ല. പക്ഷേ നമ്മൾക്ക് അതിൽ നിന്ന് ഒരു സൈക്കോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കും.
ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ട് നമ്മൾ ആ ഒരു ഡെസ്റ്റിനേഷനെ പറയുന്ന പേരെയാണ് ടൂറിസം പ്രോഡക്റ്റ്. Tourism product definition: the tourism product consists of a variety of elements which is a package that is not integral to each other and meet the needs of a tourist from leaving his residence to the place of destination and back again to the place of origin. നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത്, നമ്മൾ എവിടേക്കാണോ പോകുന്നത്, ഒരു ട്രാവലർ അവൻ്റെ നീഡ്സ് ഡെസ്റ്റിനേഷൻ പ്ലേസിൽ നിന്ന് അല്ലെങ്കിൽ ഒറിജിനൽ പ്ലേസിൽ നിന്ന് ഡെസ്റ്റിനേഷനിൽ പോയി തിരിച്ച് ഒറിജിനൽ പ്ലേസിലേക്ക് എത്തുന്നത് വരെ അവൻ്റെ യാത്ര കൊണ്ട് അവൻ എന്താണോ ഉദ്ദേശിച്ചത്, അവൻ്റെ സാറ്റിസ്ഫാക്ഷൻ എന്താണോ അത് കിട്ടിയോ ഇല്ലയോ എന്നുള്ളതാണ് ടൂറിസം പ്രോഡക്റ്റ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അതായത് അത് ചിലപ്പോൾ ഒരു സ്ഥലമായിരിക്കാം, പാർക്ക്, അങ്ങനെയുള്ള മൗണ്ടെയിൻ ഏരിയകളൊക്കെ ആയിരിക്കാം. അവിടെ പോയാൽ കിട്ടുന്ന അതിനെയാണ് നമ്മൾക്ക് ടൂറിസം പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് സൈലൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ടൂറിസം പ്രോഡക്റ്റ്. നമ്മൾ ഇന്ന് എന്താണ് ടൂറിസം പ്രോഡക്റ്റും വാട്ട് ഈസ് ദ ഫീച്ചേഴ്സ് ഓഫ് ഓർ സൈലൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ടൂറിസം പ്രോഡക്റ്റ് എന്നീ വളരെ കുറച്ച് ഭാഗം മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഇൻടാഞ്ചിബിൾ. Tourism product is an intangible. Unlike a tangible product, say a motor car or refrigerator, no transfer of ownership of good is involved in tourism. The product here cannot be seen, inspected before its purchase. Instead, certain facilities, installation, items of equipments are made available or specified time or a specified. For example, a seat in an aeroplane is provided only a specified time. നമ്മൾക്കറിയാം ടൂറിസം പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ടാഞ്ചിബിൾ അല്ല, ഇറ്റ്സ് ആൻ ഇൻടാഞ്ചിബിൾ പ്രോഡക്റ്റാണ്. ഒരു മോട്ടോർ പോലെ, കാറ് പോലെ അല്ലെങ്കിൽ മറ്റുള്ള പെന്ന് പോലെ നമ്മൾക്ക് ആ പ്രോഡക്റ്റിനെ നമ്മൾക്ക് മേടിച്ച് അതിൻ്റെ ഉടമസ്ഥാവകാശം നമ്മൾക്ക് പറ്റില്ല. മറിച്ച് നമ്മളെ നീഡ് എന്താണോ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ക്യാഷ് കൊടുക്കുക. അവിടെ നമ്മൾക്ക് ഉടമസ്ഥാവകാശം കിട്ടുന്നില്ല. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടാക്സി വിളിക്കും അല്ലെങ്കിൽ ഓട്ടോ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എവിടേക്കാണോ പോവേണ്ടത് അത് പ്രീ ഡിറ്റർമിൻ ആയിട്ടുള്ള ഡെസ്റ്റിനേഷനിലേക്ക്, അതുപോലെ തന്നെ നമ്മൾ എവിടേക്കാണോ എത്തിച്ചേരേണ്ടത് അതിനുള്ള ഫെയർ എന്താണ് അത് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾക്ക് ലഭിക്കുന്നത് നമ്മൾ അവിടെ എത്തുക എന്നുള്ള ഒരു സംഭവം. അതുകൊണ്ടാണ് ടൂറിസം പ്രോഡക്റ്റ് ഒരു ഇൻടാഞ്ചിബിൾ പ്രോഡക്റ്റ് ആണെന്ന് പറയുന്നത്. ഒരു സ്പെസിഫൈഡ് ടൈമിലേക്ക് നമ്മുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് സൈക്കോളജിക്കൽ ഫീച്ചർ. ടൂറിസം പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കലായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മൾക്ക് തരല്. എ ലാർജ് കോമ്പോണൻറ്റ് ഓഫ് എ ടൂറിസം പ്രോഡക്റ്റ് ഈസ് ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ കൺസ്യൂമർ ഡെറൈവ്സ് ഫ്രം ഇറ്റ് യൂസ്. നമ്മൾക്കറിയാം നമ്മൾ ടൂറിസം പ്രോഡക്റ്റിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്നത് സൈക്കോളജിക്കലായിട്ടുള്ള മനുഷ്യൻ്റെ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കാം. നമ്മൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞാൽ നാച്ചുറലി, പ്രത്യേകിച്ച് ചിലരെല്ലാം യാത്ര ചെയ്യുന്നത് അവരുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആവുന്നതിന് വേണ്ടി, കൂടുതലും പ്രകൃതി ഭംഗിയെ ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ടെല്ലാം. അപ്പോൾ സൈക്കോളജിക്കലായിട്ടുള്ള സാറ്റിസ്ഫാക്ഷനാണ് കൂടുതലായിട്ടും ടൂറിസം പ്രോഡക്റ്റ് തരുന്നത്. അതുകൊണ്ടാണ് ടൂറിസം പ്രോഡക്റ്റിൻ്റെ ഫീച്ചറായിട്ട് സൈക്കോളജിക്കൽ എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഹൈലി പെരിഷബിൾ. നമ്മൾക്കറിയാം എ ട്രാവൽ ഏജന്റ് ഓർ ടൂർ ഓപ്പറേറ്റർ ഹൂ സെൽസ് എ ടൂറിസം പ്രോഡക്റ്റ് കനോട്ട് ബി സ്റ്റോർ ഇറ്റ്. ഒരു ട്രാവൽ ഏജൻറ്റോ അല്ലെങ്കിൽ ഒരു ടൂർ ഓപ്പറേറ്ററോ നമ്മൾക്ക് ടൂറിസം പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നില്ല, സെല്ല് ചെയ്യുന്നില്ല. നമ്മൾ അവിടെ എത്താനുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർ ചെയ്യുന്നത്. നമ്മുടെ ഒറിജിനൽ പ്ലേസിൽ നിന്ന്, എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോളേജിൽ നിന്ന് മൂന്നാറിലേക്ക് ടൂറ് പോകുമ്പോൾ നമ്മൾ മൂന്നാറിലേക്ക് എത്തുക എന്നുള്ള ആ ഒരു സംഭവം മാത്രമാണ് ടൂർ പാക്കേജിലുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചെത്താൻ. അതല്ലാതെ നമ്മൾ മൂന്നാർ എന്ന ഒരു പ്രോഡക്റ്റിന്, ടൂറിസം പ്രോഡക്റ്റിന് നമ്മൾക്ക് സ്ഥിരമായിട്ട് നമ്മൾക്ക് നൽകുന്നില്ല. അതുപോലെ തന്നെ ഹൈലി പെരിഷബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ കൂടുതൽ യാത്രക്കാർ വന്നു തുടങ്ങി.
പിന്നീട് ആ മേഖലയിലേക്ക് യാത്രക്കാർ എത്തിയിട്ടില്ലെങ്കിൽ ആ ഒരു ഡെസ്റ്റിനേഷനെ ആളുകൾ ടൂറിസ്റ്റ് പ്രോഡക്റ്റ് എന്നുള്ള ഭാഗത്തിൽ നിന്ന് മാറ്റും. കൂടുതൽ പേരെത്തിയിട്ടില്ലെങ്കിൽ അതിനെ യൂസ് ചെയ്യാതാവും. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ഇപ്പോൾ ഒരു ഡെസ്റ്റിനേഷൻ, ഒരു ടൂറിസ്റ്റ് പ്രോഡക്റ്റ് അത് നശിച്ചു കഴിഞ്ഞാൽ, ഒരു പ്ലേസ് നശിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഇഫ് ദ ടൂറിസ്റ്റ് ഡു നോട്ട് വിസിറ്റ് എ പെർട്ടിക്കുലർ പ്ലേസ്, ദ ഓപ്പർച്യൂണിറ്റി അറ്റ് ദ ടൈം ഇസ് ലോസ്റ്റ്. നമ്മൾ ഒരു പെർട്ടിക്കുലർ പ്ലേസിലേക്ക് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ലെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾക്കത് നഷ്ടപ്പെടും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കോമ്പോസിറ്റ് പ്രോഡക്റ്റ്. The tourist product cannot be provided by a single enterprise, unlike a manufactured product. The tourist product covers the complete experience of a visit to a particular place, and many providers contribute to the experience. For instance, airline supplies seats. നമ്മൾക്കറിയാം, ഒരു ടൂറിസം പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ എൻ്റർപ്രൈസസ് മാനുഫാക്ചർ ചെയ്ത് നമ്മൾക്ക് സാധാരണ പ്രോഡക്റ്റ് പോലെ നൽകുന്നതല്ല. ആ ഒരു ടൂറിസ്റ്റ് പ്രോഡക്റ്റിലേക്ക് നമ്മൾക്ക് എത്തണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ടൂർ എന്ന് പറയുന്ന ആ ഒരു സംഭവം നടക്കണമെങ്കിൽ ഒരുപാട് പേര് നമ്മൾക്ക് ഒരുപാട് സർവീസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ടൂർ ഏജൻ്റ് ആണെങ്കിൽ നമ്മൾക്ക് ഈ പാക്കേജ് ഓപ്പറേഷൻസ് ചെയ്തു തരുന്നു. മറ്റുള്ളവർ ഇപ്പോൾ ഹോട്ടൽസ് നമ്മൾക്ക് റൂം സ്റ്റേ ചെയ്യാനുള്ള റൂം തരുന്നു. എയറോപ്ലെയിൻ കമ്പനികൾ നമ്മൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള സീറ്റുകൾ നമ്മൾക്ക് എവിടേക്കാണോ സഞ്ചരിക്കേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ളത് തരുന്നു. അതുപോലെ തന്നെ ട്രാവൽ ഏജൻസ് നമ്മൾക്ക് ബാക്കിയുള്ള നമ്മളുടെ പ്ലാനുകൾ തയ്യാറാക്കി തരുന്നു. അല്ലെങ്കിൽ നമ്മൾക്ക് എവിടെയാണോ പോവേണ്ടത്, എവിടെയാണോ നിൽക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്ത് തരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇറ്റ്സ് എ കോമ്പോസിറ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. Unstable demand. Tourism demand is influenced by seasonal, economical, political and others such factors. Thus are certain times of the year which sees a greater demand than others. At these times there is a greater strain on services like hotel bookings, employment. We know that from the word unstable demand, demand is not stable. The product or the tourism product demand is not stable means it always vary in seasonal basis. സീസണൽ ബേസിസിൽ ടൂറിസം പ്രോഡക്റ്റ്സ് വാരി ചെയ്തുകൊണ്ടേ നിൽക്കും. ചിലപ്പോൾ സീസണൽ ടൈമിൽ വെരി ഹൈ ഡിമാൻഡ് ആയിരിക്കും, സീസൺ അല്ലാത്ത ടൈമിൽ ലോ ഡിമാൻഡ് ആയിരിക്കും. സ്റ്റേബിളായിട്ടുള്ള ഒരു ഡിമാൻഡ് ടൂറിസം പ്രോഡക്റ്റിന് ഇല്ല എന്ന് പറയാം. There's a certain times for year which is greater demand than others. ചില ടൈമിൽ നമ്മൾക്ക് ഗ്രേറ്റർ ഡിമാൻഡ് ആയിരിക്കും. അതിന് ഒരുപാട് സംഭവങ്ങൾ, സീസണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ബാധിക്കുന്നുണ്ട്, എക്കണോമിക്കലായിട്ടുള്ള കാര്യങ്ങൾ ബാധിക്കുന്നുണ്ട്, പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ ബാധിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ കൊറോണ ആയതുകൊണ്ട് ടൂറിസം പ്രോഡക്റ്റുകൾ അല്ലെ ടൂറിസം സെക്ടർ ഏറ്റവും താഴ്ന്ന നിലയിലുള്ള അതിൻ്റെ വളർച്ചയെ കാണിക്കുന്ന ഒരു സമയമാണ്. നമ്മൾക്കറിയാം, കേരളം എന്ന് പറയുന്നത് നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. പക്ഷേ കേരളത്തിൻ്റെ ഒരുപാട് വരുമാനങ്ങൾ കോവിഡ് കാരണം നമ്മൾക്ക് നിലച്ചു. സീസണൽ ബേസിസ് അല്ല, അത് എന്തുകൊണ്ടാണ്? ഒരു മഹാമാരി ഈ ലോകത്തെ മൊത്തം പിടിച്ചെടുക്കും. ഇതുപോലെയുള്ള അൺസർട്ടൈനിറ്റി ആയിട്ടുള്ള ഒരുപാട് റിസ്കുകൾ നമ്മളെ ബാധിക്കും. അതുപോലെ തന്നെ എക്കണോമിക്കലായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ, പൊളിറ്റിക്കലായിട്ടുള്ളത്, അതുപോലെ തന്നെ സീസണൽ ബേസിസ്, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളെ ബാധിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ടൂറിസം പ്രോഡക്റ്റ് ഹാവ് നോ സ്റ്റേബിൾ ഡിമാൻഡ്, ഹാവ് അൺസ്റ്റേബിൾ ഡിമാൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഫിക്സഡ് സപ്ലൈ ഇൻ ദ ഷോർട്ട് റൺ. The tourist product, unlike a manufactured product, cannot be brought to the consumer. The consumer must go to the product. This requires an in-depth study of user behavior, taste, preferences, like and dislikes, the expectation or realities considered the maximum satisfaction. നമുക്കറിയാം, ഒരു പ്രോഡക്റ്റ്, അതായത് ഒരു ഫിക്സഡ് പ്രോഡക്റ്റായിട്ട് ഒരു ടൂറിസം പ്രോഡക്റ്റിന് കാണാമെങ്കിലും അതിൻ്റെ കൺസ്യൂമറിന് അതിൻ്റെ മൊത്തം അവകാശങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥാവകാശം നമ്മൾക്കുണ്ട്. ഫിക്സഡ് സപ്ലൈ ഇൻ ദ ഷോർട്ട് റൺ, അത് ഫിക്സഡാണ്. ആ ഒരു സപ്ലൈ നമ്മൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ആ വേർഡിൽ നിന്ന് ദ സപ്ലൈ ഓഫ് ടൂറിസം പ്രോഡക്റ്റ് ഈസ് ഫിക്സഡ് ഇൻ ദ ഷോർട്ട് റൺ.
Next is absence of ownership. When you buy a car, the ownership of the car is transferred to you. But when you hire a taxi, you buy the right to transport. ടൂറിസം പ്രോഡക്റ്റിൻ്റെ ഫീച്ചറായിട്ട് പറയുന്നത് നമ്മൾക്ക് ഒരിക്കലും അതിൻ്റെ ഓണർഷിപ്പ് ലഭിക്കില്ല. ഇപ്പം നമ്മൾ മലപ്പുറം കോട്ടക്കുന്നിൽ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു ടൂറിസം പ്രോഡക്റ്റ് നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഓണർഷിപ്പ് ലഭിക്കുന്നില്ല. നമുക്ക് ആ ഒരു ദിവസത്തേക്ക് അതിലേക്ക് കയറാനുള്ള ടിക്കറ്റിൻ്റെ ചാർജ് മാത്രം, അതിൻ്റെ ഓണർഷിപ്പ് അല്ല നമ്മൾക്ക് ലഭിക്കുന്നത്. അങ്ങോട്ട് കയറാനുള്ള അനുമതി മാത്രമാണ് ലഭിക്കുന്നത്. അത് ഇനി നമ്മൾ ഒരു ട്രാവൽ ഏജൻറ്റ് അല്ലെങ്കിൽ ഒരു കാറ് ഒരു എക്സാമ്പിളായിട്ട് എടുക്കുമ്പോൾ നമ്മൾ ആ കാറിലേക്ക് ഒരു കാറ് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒറിജിനൽ പ്ലേസിലേക്ക് നമ്മൾ ഡെസ്റ്റിനേഷൻ പ്ലേസിലേക്ക് യാത്ര ചെയ്യേണ്ട സമയവും അതിൻ്റെ ഫെയറും നൽകിക്കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് മാത്രമാണ് അത് യൂസ് ചെയ്യാനുള്ള അവകാശം നമുക്ക് കിട്ടുന്നത്. ഒരു കാരണവശാലും അതിൻ്റെ ഓണർഷിപ്പ് നമുക്ക് കിട്ടുന്നില്ല സാധാ ഒരു പ്രോഡക്റ്റ് പോലെ. അതുകൊണ്ടാണ് പറയുന്നത് ടൂറിസം പ്രോഡക്റ്റിന് ഓണർഷിപ്പ് ഇല്ല. അതിൻ്റെ മെയിൻ ഫീച്ചറായിട്ട് പറയുന്നതാണ് ആബ്സെൻസ് ഓഫ് ഓണർഷിപ്പ്. Next is heterogeneous. Tourism not is a homogeneous product since it turns various standard and quality over time. Unlike a TV set or any other manufactured product, a package or tour event flight aircraft cannot be consistent at all times. The reason is that the product is a service people based on due to there is variability in the product. ഇതൊരു ഹെട്രോജീനിയസ് പ്രോഡക്റ്റ് ആണെന്ന് പറയുന്നത്, നോട്ട് എ ഹോമോജീനിയസ് പ്രോഡക്റ്റ്. നമ്മൾക്ക് ആ വേർഡിൽ നിന്ന് തന്നെ മനസ്സിലാവാം. ഈ ഹോമോജീനിയസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹോമോജീനിയസ് പ്രോഡക്റ്റ് സിൻസ് ഇറ്റ് ടെൻഡ്സ് ടു വേരി ഇൻ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ക്വാളിറ്റി ഓവർ ടൈം. ഇറ്റ്സ് റിസ്കി ആണെന്നാണ് പറയുന്നത്. ടൂറിസം പ്രോഡക്റ്റ് റിസ്കി ആണെന്നാണ് പറയുന്നത്. ദ റിസ്ക് ഇൻവോൾവ്ഡ് ഇൻ ദ യൂസ് ഓഫ് ടൂറിസം പ്രോഡക്റ്റ് ഈസ് heightened since it has to purchase before its consumption. An element of chance is always present in his consumption. An element of chance is always present in his like a show might not be entertaining as it promises to. Beach holiday might be disappointing due to heavy rain. നമുക്കറിയാം ഒരു ടൂറിസം പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പലപ്പോഴും റിസ്ക്കിയാണ്. നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഹെവി റെയിൻ ഉണ്ടെങ്കിൽ അതിൻ്റെ മൊത്തം ഭംഗി ചിലപ്പം ആ ഒരു സ്ഥലത്തിന് മഴ ഉള്ളതായിരിക്കില്ല ഭംഗി കൂടുതലായിട്ട് തരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ടൂറിസം പ്രോഡക്റ്റിന് മൊത്തത്തിൽ അനുഭവിച്ചറിയാനുള്ള ഒരു സാധ്യത കുറയും. അതുപോലെയുള്ള ഒരുപാട് റിസ്ക്കുകൾ ടൂറിസം പ്രോഡക്റ്റിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്താണ് ടൂറിസം പ്രോഡക്റ്റ്, അതിനു മുമ്പ് പ്രോഡക്റ്റ് എന്താണെന്ന് പറഞ്ഞു. ദെൻ 9 സൈലൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ടൂറിസം പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു. താങ്ക് യു എവ്രി വൺ.